എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതാ അഷ്റഫിക്ക. അപ്പം കാണാം. വഴിയിൽ വെച്ച് എവിടെയെങ്കിലും വീണ്ടും ഞാൻ കെണി വെച്ച് പിടിച്ചോളാം. ഒരുപാട് സന്തോഷം കേട്ടോ. എവിടെ നിന്ന് പിന്നെ നമ്മളൊരുമിച്ച് നമ്മള് പോകുന്നില്ല, അവളെ ദീപ്രോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. നല്ലൊരു സുഹൃത്തിനെ കിട്ടി. അപ്പൊ ഇവര് ജസ്റ്റ് താഴോട്ടേക്ക് ഇറങ്ങുകയാണ്. ഞാൻ വണ്ടിയൊക്കെ എടുത്തിട്ട് നേരെ പുറകെ ഇറങ്ങും. ഓക്കെ, അപ്പം എവിടെയും വെച്ച് കാണാം. വിളിക്കും തീർച്ചയായിട്ടും. ജന്മം ചെയ്ത് വിളിക്കല്ലേ. ഓക്കെ, അപ്പം ഞാൻ നോക്കട്ടെ കേട്ടോ വണ്ടിയുടെ കാര്യം എന്താന്ന്. അവിടെ ലഗേജ് എല്ലാം പ്രഭാകറിൻ്റെ മേലെ വെച്ച് കെട്ടിയേ. ഇതാ ഇവിടെ ആ വട്ടം മുറിഞ്ഞു പോയി. അത് ഞാൻ കൊട്ടി ജോയിൻ്റ് ചെയ്ത് വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, സെറ്റാണ്. ഇത് ഇവിടെ വന്നിട്ട് നമ്മുടെ ബോക്സിൻ്റെ ഈ സൈഡ് പൊട്ടിപ്പോയായിരുന്നേ. അവിടെ ജസ്റ്റ് ഞാൻ ഈ വാട്ടർ പ്രൂഫ് ഒരു സീൽ ടൈപ്പ് സാധനമുണ്ട്, ഒട്ടിക്കുന്ന സ്റ്റിക്കർ ടൈപ്പ്. ഞാനത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു, ഞാൻ അതെടുത്ത് ഒട്ടിച്ചു. വേറെ പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുണ്ടോ ആക്സിലേറ്റർ കൊടുക്കുന്നതിൻ്റെ ഇവിടുത്തെ ഈ സാധനം പോയേ, ഇവിടുത്തെ ഇത് പൊട്ടിപ്പോയി. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആക്സിലേറ്റർ കേബിൾ ഇത് ഇവിടെ ഉള്ളിൽ നിന്ന് ആക്സിലേറ്റർ കേബിൾ ബ്രേക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ടോ ആക്സിലേറ്റർ കേബിൾ ബ്രേക്കായി. ഇതൊക്കെ നമുക്ക് മാറ്റണം കേട്ടോ. അപ്പോൾ അധികം വൈകാതെ തന്നെ അടുത്ത ഹീറോൻ്റെ ഷോറൂമിൽ നമുക്ക് പോയേ പറ്റൂ. വണ്ടിയൊക്കെ മൊത്തത്തിലൊന്ന് കഴുകിയെടുത്ത് പ്രഭാകരനെ സുന്ദരനാക്കണേ. വേറെ പ്രശ്നങ്ങളും ഒന്നും തന്നെ പ്രഭാകരന് വന്നിട്ടില്ല കേട്ടോ. ഭയ്യ ആപ്കാ നാം ക്യാ? സന്തോഷ് റായ്. ഓക്കെ, വൈകാണ് കേട്ടോ. നമുക്ക് വേണ്ട ഇവിടെയുള്ള ഹെൽപ്പുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് എൻ്റെ ലഗേജിലെടുത്ത് ഭദ്രമായി എടുത്ത് ഒക്കെ തിരിച്ച് ചെയ്യുന്നതൊക്കെ. ഓക്കെ ഭയ്യ, താങ്ക് യു, ബൈ. അവിടെ നിന്നുണ്ടല്ലോ ഞാൻ നേരെ വിട്ടു. നമ്മുടെ സബീൽ ബ്രോ കുറച്ച് ബേക്കിലുണ്ട്, അവിടെ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്, അപ്ലോഡൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു നല്ല അടിപൊളി ഒരു ഗ്രാമത്തിലുള്ള ഒരു കുറച്ച് ഷോപ്പ് കാര്യങ്ങളൊക്കെ. നമസ്തേ ഭയ്യ. ഓക്കെ, പ്രോബ്ലം ചെയ്യേ. ഓക്കെ, നമ്മുടെ പ്രഭാകരനെ ഇത് ഇവിടെ നിർത്തി. ഞാൻ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അന്നേരം ഈ കടയിൽ കയറി. ഹായ്, നമസ്തേ. കേരള സേ ബൈക്ക് മേ മാരാ ബൈക്ക് മേ. ഇതാണ് കേട്ടോ ഭയ്യൻ്റെ ഷോപ്പ്. ഇവിടെ അടുക്കളയിൽ ഭയ്യ എനിക്ക് വേണ്ടിയിട്ട്. ഹായ് ഭയ്യ, നമസ്തേ. എനിക്ക് വേണ്ടിയിട്ട് ചായയും മാഗി ഉണ്ടാക്കി തരുന്നുണ്ട്. ഓക്കെ, अच्छा गाँव अच्छा है, देखने के लिए बहुत खूबसूरत. आपका फूल है वो? हाँ, ഫുള്ള് മലയാണ്. മലേനെ ചുറ്റിയിട്ടൊരു ഗ്രാമം. നല്ല രസമുണ്ട്. ഞാൻ ചൂടോടെ ഒരു മാഗി കഴിക്കട്ടെ. ചിക്കനും കഴിച്ചു നല്ലോണം വിശക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഒടുവിലുണ്ടല്ലോ ഞങ്ങളങ്ങനെ ബോംഡില്ല എത്തിയേ. ബോംഡില്ല ഇവിടുത്തെ കടയെല്ലാം അടച്ചു. സമയം അത്രയൊന്നും ആയിട്ടില്ല കേട്ടോ. പക്ഷെ ഇവരെല്ലാം നേരത്തെ അടയ്ക്കും, തടുപ്പാണ്, അതുകൊണ്ടാണ്. ഇവിടെ ആരെ കാണാണ്ടെന്ന് പറഞ്ഞാൽ ആരെ? അത് നമ്മളെ താമസിച്ചില്ലേ അവിടുത്തെ ചൊയ്തറിന്റെ ഡാഡീനെ. ഓക്കെ, ഇത് വേണ്ട, ഇത് നമുക്ക് പറ്റിയ അത്ര ലോ ക്വാളിറ്റി അല്ല. ഇപ്പൊ തുറന്നു വെച്ചിരിക്കുന്ന ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. കണ്ടോ നിങ്ങളെ? വൈൻ ഷോപ്പ്. ഇത് ഏത് സമയമുണ്ട് കേട്ടോ ഇവിടെ ഈ സാധനം വൈൻ ഷോപ്പ്. ആവശ്യക്കാർ കൂടുതലുണ്ട്, എമർജൻസി, അതുകൊണ്ടാണ്. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചിറങ്ങി. ഒരു താളി കഴിച്ചു. ഭക്ഷണം കഴിക്കുന്ന വീഡിയോ നമ്മുടെ സബീൽ ബ്രോൻ്റെ ചാനലിലുണ്ട്, ഞാൻ എടുത്തിട്ടില്ല. ഭയങ്കര വിഷമമായിരുന്നു, അതുകൊണ്ട് കിട്ടിയ പാടെ ഞാൻ വലിച്ചു വരി കഴിച്ചു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ നിന്ന് വരിക എന്തൊക്കെ പ്രൊമോഷനാ. ഇരുട്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഗോപ്രൊക്കെ കണ്ണു കാണില്ല. ഗുഡ് മോർണിംഗ്. ഉണ്ടല്ലോ ഞാനും സബീൽ ബ്രോ ഇന്നലെ ഇവിടെയാണ് കിടന്നത്, ഈ വീട്ടിൽ. നമ്മുടെ ചൈതറിൻ്റെ അവിടെ ഇല്ലേ തവങ്ങര ചൈതർ ഹോം സ്റ്റേ, അവിടെ ചൈതറിൻ്റെ ഫാദർ അവരുടെ പഴയ വീട് ഇവിടെ ഇതായിരുന്നു കേട്ടോ. ഇവരെന്നിട്ട് ഇവിടെ നിന്ന് സ്ഥലം വാങ്ങിയിട്ട് അപ്പുറത്തേക്ക് പോയതാണ്, തവാങ്ങിലേക്ക് പോയതാണ്. അപ്പം ഇതാണ് കേട്ടോ ഇവരുടെ വീട്. ഇങ്ങനെയുണ്ടാവും കേട്ടോ. ഇതിൻ്റെ അടിഭാഗമില്ല, ഇതുണ്ടോ ഫുള്ള് മരം കൊണ്ടാണ് ആക്കിയേക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവരുടെ പൂജാമുറി കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഒരുപാട് ബുദ്ധൻ്റെ പ്രതിമയുണ്ട് ഇവിടെ. നമ്മുടെ ദലൈലാമയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതാ തിരി കത്തിച്ച് വെക്കാനുള്ള സെറ്റപ്പ്. പിന്നെ ഇവിടെ ഒരുപാട് എന്തെല്ലോ പഴങ്ങൾ, മുന്തിരി, ആപ്പിള്, എല്ലാ കാര്യങ്ങളും വെക്കുന്നുണ്ട്. ഇവിടെ പൂജയ്ക്ക് വെക്കുമ്പോൾ ഇതുപോലുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ് കേട്ടോ ഇവർ മെയിനായിട്ട് വെക്കുന്നത്. ഇതാണ് എല്ലാം അത് നോക്കി ബിയറും എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം വെക്കും ഇവർ പൂജയ്ക്ക് വെക്കുന്നത്. വാ, പ്രത്യേകമായിട്ടുള്ള ഒരു പുതിയ അറിവായിരുന്നു കേട്ടോ. ഇങ്ങനെയാണ് ഇവരുടെ മുറി ഉണ്ടാവുക. ഇത് താമസിക്കുന്ന സ്ഥലം. ഇതങ്ങ് പുറത്ത് നിങ്ങൾ കാണുന്നത് അടുക്കളയാണ് കേട്ടോ. ഓക്കെ,
ഞാൻ പാക്ക് ചെയ്ത് പെട്ടെന്ന് ഇറങ്ങട്ടെ. നമുക്ക് ഒന്നെങ്കിൽ ഇറ്റാനഗർ അല്ലെങ്കിൽ തേസ്പൂര് എവിടെയെങ്കിലും പിടിക്കണം. ഇറങ്ങിയിട്ട് വേണം തീരുമാനിക്കാതെ. അപ്പോൾ നമ്മൾ ഫുള്ള് സെറ്റായി ഇറങ്ങുവാണ്. അതാ സബീൽ ബ്രോയുടെ കൂടെ നമ്മൾ നേരെ പോകുന്നു. എനിക്ക് കുറച്ച് വീഡിയോസ് കോപ്പി ചെയ്ത് വാങ്ങാനുണ്ട്. കോപ്പി ചെയ്ത് വാങ്ങിയതിന് ശേഷം നമ്മൾ പിരിയുകയാണ് കാശ്. ഉള്ളിൽ ചിരിച്ചോണ്ടാണ് കേട്ടോ ഈ പുറത്ത് കയറിയത്. ഉള്ളിൽ കരഞ്ഞോണ്ടാ പോയേക്കാരല്ല. പിന്നെ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ തെങ്കാവാലിയിലേക്ക്. ഇവിടെ എല്ലാം BRIൻ്റെ റോഡിൻ്റെ പണി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് വണ്ടി ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടാണുള്ളത്. താഴെ ഉണ്ടല്ലോ റോഡ് പാറ പൊട്ടിക്കാണ്, കണ്ടോ, ബ്ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ കുറച്ച് നേരം വണ്ടി ഇവിടെ പിടിച്ചിടും. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിടത്തുള്ളത്. ഇതാ ബ്ലാസ്റ്റിംഗ് കഴിഞ്ഞു കേട്ടോ. അതാ അവിടെ കഴിഞ്ഞില്ല, അരമണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു. 2 ഇപ്പോൾ ഓൾറെഡി ബ്ലാസ്റ്റ് ചെയ്ത്. ഇത് നമുക്ക് ഇറങ്ങിപ്പോകേണ്ട വഴിയേ ഇതുവഴി ഈ മല വഴി ഇങ്ങനെ ഇറങ്ങി പോകണം. അപ്പോൾ അവിടെ പൊട്ടുമ്പോൾ കല്ലിങ്ങനെ ഉരുണ്ട് താഴേക്ക്, അതുകൊണ്ട് താഴേക്ക് കല്ല് വന്നേക്കുന്നുണ്ടോ നിങ്ങൾ പൊടി അവിടെ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് വിടാത്തത് കേട്ടോ. ഇവിടെയെല്ലാം അങ്ങോട്ടേക്കൊക്കെ കണക്ട് ചെയ്തിട്ട് റോഡിൻ്റെ പണി നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടി താഴെ ഇറങ്ങി വന്നത്. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെയുള്ള എല്ലാ വഴിയിലും റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ വന്നിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്യണം. റോഡ് പണി കഴിഞ്ഞതിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയാണ്. ഭയ്യ ആപ്കാ നാം ക്യാ ഹൈ? നരേന്ദ്ര സിംഗ് ഉത്തരാഖണ്ഡ് സേ മുൻഷാരി. ഓക്കെ, ഭയ്യാനെ ഇവിടെ കണ്ടേ. അപ്പോൾ ഭയ്യ ഒരുപാട് കാര്യങ്ങൾ പറയാറ് ഉത്തരാഖണ്ഡിനെ പറ്റിയൊക്കെ. ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. ഞാൻ ഇറങ്ങട്ടെ കേട്ടോ. നമ്മൾ തെങ്കാവാലി താഴെ ഇറങ്ങി നമ്മുടെ സാബിനെയെല്ലാം മീറ്റ് ചെയ്തു. അപ്പോൾ സാറിനോട് ഒരു ബൈ എല്ലാം പറഞ്ഞേ, താങ്ക്സ് ഒക്കെ പറഞ്ഞു. കാരണം നമ്മുടെ വണ്ടി എത്ര റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്ന് തന്നെയല്ലേ. അപ്പം ഇപ്പം നമുക്ക് നമ്മുടെ സബീൽ ബ്രോയിനോട് കൂടി ബൈ പറയാനുള്ള സമയമായി. ഇത് വെറുതെ പറയുന്നതാണ് കേട്ടോ. ഈ സെൻറ്റിയെല്ലാം വെറുതെ ക്യാമറ ഓണാക്കുമ്പോൾ മാത്രം പറയാം. ഇത് പോകുമ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം പറയുന്നറിയാമോ. അപ്പം അങ്ങനെയല്ല, എന്തായാലും എന്താ പറയുക, ഇത്രയും ദിവസം കൊണ്ട് നല്ലൊരു എന്താ പറയുക ആയിക്കോട്ടെ. നമുക്കൊരു പണിയല്ലോ. ഇവിടെ പോകുമ്പോൾ കുളിച്ചല്ലേ, എന്നാ കുളിച്ചില്ല തേങ്ങ അവസാനം കുളിച്ചത് തേങ്ങന്നല്ല, ആന്നിവിടെ പറയാൻ പറ്റത്തില്ല. പുഴയെന്ന് വിളിച്ചേ 10 ദിവസം മേലെ ഞാന് ഇവിടുന്ന് കുളിച്ചു. ലാസ്റ്റ് ദിരങ്ങിന്ന് പോകുമ്പോ 4-5 ദിവസമായി. അതുകൊണ്ട് പുഴ ഇറങ്ങി കുളിച്ചിട്ട് പോയാലും പോരഞ്ഞ്. ഇനിയിപ്പം ഇല്ല, എനിക്ക് ഇപ്പം കുളിച്ചിട്ടില്ല. ഞാൻ എന്തായാലും ഇനി ഇവിടുന്ന് അടുത്ത പുഴയിൽ ഈ എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് പുഴയിലിറങ്ങി കുളിച്ചിട്ട് കാണാം. ആ വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് സബീൽ ബ്രോന്റെ അതിൻ്റെ തൊട്ട് വന്നാൽ മതി. ഇപ്പം എനിക്കുണ്ടല്ലോ നേരെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രഭാകരനെ കണ്ട എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. പ്രഭാകരൻ്റെ കുറച്ച് അതിൻ്റെ ആക്സിലേറ്റർ കേബിൾ കാര്യങ്ങൾ കുറച്ച് മാറ്റാനുണ്ട്. ടയർ എത്രയും പെട്ടെന്ന് ടയർ നമുക്ക് മാറ്റണം. എന്നിട്ട് വേണം നമുക്കിനിയിപ്പം അരുണാചലിൻ്റെ വെസ്റ്റ് ഈസ്റ്റ് സൈഡിലേക്ക്, കിഴക്ക് ഭാഗത്തേക്ക് മാക്സിമം പോകാൻ പറ്റുന്ന അത്രയും കിഴക്ക് സൈഡിലേക്ക് നമുക്ക് പോകണേ. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ നല്ല ടയർ വേണം. അപ്പോൾ ആദ്യം പോയി ഓർഡർ കൊടുക്കട്ടെ. ഓർഡർ കൊടുത്ത് സാധനം വരുത്തി അത് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും റൈഡ് തുടങ്ങുന്നതാണ്. അപ്പോൾ സബീൽ ബ്രോ വിട്ടേക്കിട ഞാൻ. അപ്പോൾ നോക്കിപ്പോൾ കണ്ട് പോവുക. ആയിക്കോട്ടെ, എന്തെങ്കിലും ആവശ്യം വിളിക്കുക. തീർച്ചയായും പിന്നാലെ തന്നെ ഉണ്ട്, ഈ ലൊക്കാലിറ്റികളിലൊക്കെ ഉണ്ടാവും. ആവശ്യം വിളിച്ചാൽ മതി. ഓക്കെ, ആയിക്കോട്ടെ. സമയത്തും കൊണ്ടുപോയി ഇനിയിപ്പം നാട്ടിലെത്തിയിട്ട് അല്ലെങ്കിൽ ഇൻബിറ്റ്വീൻ എവിടെയും വെച്ച് കാണാം. എൻ്റെ കാര്യങ്ങളൊന്നും ഉറപ്പില്ല, എന്ത് സംഭവിക്കാം. അപ്പോൾ എന്തായാലും ബൈ 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 ബൈ. ഞാൻ നിന്നോടല്ല, ഞാൻ പ്രേക്ഷകരോടാണ്. ബൈ ബൈ. ചെക്കനെ നന്നായി സപ്പോർട്ട് ചെയ്യേ. ഒന്നുകൂടി കേട്ടില്ല. ചെക്കനൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെന്താ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി പൊട്ടിക്കുക. ചെക്കൻ ഒന്ന് കയറിപ്പോട്ടെ, എല്ലാവരും ഒന്ന് ആഞ്ഞു പിടിച്ചാൽ സെറ്റാവും. ശരി എന്നാല് കൂട്ടുകാർ നമ്മളെ ഓക്കെ. സബീൽ ബ്രോയുടെ ചാനലിൻ്റെ ലിങ്ക്, എല്ലാവരുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ബൈ. ഞാൻ ഉണ്ടല്ലോ സബീൽ ബ്രോനോടൊക്കെ ബൈ പറഞ്ഞിതാ നമ്മൾ കഴിഞ്ഞ ദിവസം ഇറങ്ങിപ്പോയ അതേ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ റോഡിൻ്റെ പണി നടക്കുകയാണ്. അപ്പം ഇതാ മേളിൽ നിന്ന് മഴയും വരുന്നുണ്ട്. അപ്പം മഴയൊക്കെ പെയ്യുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് നമുക്ക് തേസ്പൂർ പിടിക്കണം. ഇവിടെ നിന്ന് 110 കിലോമീറ്ററാണ് കേട്ടോ ദൂരം കാണിക്കുന്നത്. 2 മണിക്കൂർ 45 മിനിറ്റിൻ്റെ ഓട്ടം ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അതിൽ കൂടുതലെടുക്കും. റോഡ് പണി നടക്കുന്നിടത്ത് നമ്മൾ ബ്ലോക്ക് ചെയ്ത് വിട്ട്. അപ്പോൾ ഞാൻ മഴ പെയ്യുന്നതിന് മുമ്പ് താഴെ എത്താൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എത്തിയിട്ട് കാണാം കേട്ടോ. ഇൻ ബിറ്റ്വീൻ നമ്മൾ ഷൂട്ട് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ വീണ്ടും ലേറ്റ് ആകും. അതുകൊണ്ടാണ് നേരെ മലയിറങ്ങി വന്നത്. നമ്മുടെ അരുണാചൽ ബോർഡർ അത് അവിടെയുണ്ട്. നമ്മുടെ പ്രഭാകരൻ്റെ അത്യാവശ്യം ചില്ലറ പണികളുണ്ട്. ആദ്യമേ ഇതിൻ്റെ ഉണ്ടല്ലോ ചെയിൻ വല്ലാണ്ട് ലൂസാണ്. ഇപ്പോൾ ഇവിടുന്ന് ടൈറ്റ് ചെയ്തില്ലെങ്കിൽ വല്ലാണ്ട് അടിക്കുന്നുണ്ട്. ഞാൻ ഇത്രയും നേരം ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഇവിടെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ ഷോപ്പിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ തേസ്പൂർ ഹീറോയുടെ സർവീസ് സെൻ്ററിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ ഓടി തേസ്പൂർ എത്തിയ. തേസ്പൂരിലുള്ള രുദ്ര ഹീറോ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ജസ്റ്റ് വന്നപ്പോഴത്തേക്ക് സമയം വന്നിട്ട് 4:30 കഴിഞ്ഞു കേട്ടോ. कितना टाइम है वो बन गया वो सर्विसिंग? हाँ, आपका सुबह शुरू होगा आपका
ഓക്കെ. സോ ഞാൻ രാവിലെ വരേണ്ട വരും വീണ്ടും. എന്നാലും ഞാൻ ഇവിടെ ബുക്ക് ചെയ്യും, പറയട്ടെ എന്തൊക്കെയാണ് മാറ്റേണ്ട കാര്യങ്ങളെന്നുള്ളത്. നൈസ് ടു മീറ്റ് യു. ഞാനുണ്ടല്ലോ വൈക്കിംഗ് ഹീറോ എന്ന് പറഞ്ഞിട്ട് തേസ്പൂരുള്ള അടുത്ത സർവീസ് സെൻറ്ററിൽ വന്ന് നമ്മൾ നേരത്തെ പോയ സ്ഥലത്ത് അവർ ജസ്റ്റ് പുതിയതാണ്, അവർക്ക് ഇതിൻ്റെ സർവീസിങ് കാര്യങ്ങൾ ഇതിൻ്റെ സ്പെയർ കാര്യങ്ങൾ കിട്ടില്ല. ഹിന്ദി മേരാ ലാംഗ്വേജ് മലയാളം. സോ അവിടെ സർവീസ് സെൻറ്ററിൽ കയറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എടുക്കട്ടെ, കാര്യമായിട്ട് പറയാട്ടെ. എല്ലായിടത്തെയും സർവീസിലുള്ള പോലെ തന്നെ ഫസ്റ്റ് വാഷിംഗ് ആണ്. വാഷിങ്ങിന് ശേഷമാണ് അവിടെ പ്രഭാകരൻ്റെ പണി തുടങ്ങുക. ഫ്രണ്ട്സ്, അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ പ്രഭാകരൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു. ഭയ്യ ആപ്കാ നാം ക്യാ ഹൈ? मेरा नाम बबलू सरकार है. बबलू सरकार. ഓക്കെ, ബബ്ലു സർക്കാർ. അപ്പോൾ ഭായിയാണ് നമ്മുടെ വണ്ടി പണിയെടുത്തത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. എന്താ പ്രഭാകരൻ മൊത്തം പണിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഡീസൻ്റായി പോളിഷ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളത് പുതിയ ടയർ ഇട്ടിട്ടുണ്ട്. ഇതുണ്ട് പുതിയ ടയർ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയിൻ്റെ ഈ ഒരു സെറ്റ് മൊത്തം സ്പ്രോക്കറ്റ് മൊത്തം ചേഞ്ച് ചെയ്തു, പുതിയ ചെയിനാണ്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ സൈഡ് കുറച്ച് ഈ ഒരു ഇത് പോയിട്ടുണ്ടായിരുന്നു, അത് മാറ്റി. പിന്നെ ആക്സിലേറ്റർ കേബിൾ, അത് കാലപ്പഴക്കം ആക്സിലേറ്റർ കേബിൾ ചേഞ്ച് ചെയ്തു. ഇത്രയാണ് മെയിനായിട്ട് ചെയ്ത പണിയെ. അപ്പം ടോട്ടൽ എമൗണ്ട് ഇവിടെ 2600 രൂപയും, പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടയർ മാറ്റിയതിന് എല്ലാം കൂടി 2500 രൂപയായി. അങ്ങനെ ടോട്ടൽ 5100 രൂപയുടെ പണി പ്രഭാകരന് മൊത്തത്തിലായി. നമ്മൾ ഈ സൈഡായിരിക്കുന്ന സമയത്ത് തന്നെയാണ്, കുഴപ്പമില്ല. ഗോപ്രായ മിനിറ്റ്. ഓക്കെ. സോ നമ്മൾ ഇത്രയൊക്കെയാണ് പണിയുള്ളത്. ഇനിയിപ്പോൾ ഞാൻ നേരെ റൂമിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് അന്നേരം കാണാം കേട്ടോ. ഓക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്.